അപ്പം കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തു, അല്ലെങ്കിൽ റിസൾട്ടന്റ് ഈക്വൾ ടു 0 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് ഈക്വൾ ടു 0, സിഗ്മ എഫ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്തു അപ്ലൈ ചെയ്യുന്നു. സിഗ്മ എഫ് എക്സ് ഈക്വൾ ടു 0 അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്. കാര്യം എല്ലാ ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫോഴ്സ് എടുക്കുന്നു. ഇത് ഏത് ഡയറക്ഷൻ, അപ്പോൾ സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ സൈൻ കൺവെൻഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്താണ് എക്സും വൈയും വെച്ചിട്ട്. ഇത് എക്സ് ആക്സ് ആണെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് എടുക്കും, വൈ ആക്സ് ആണെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് എടുക്കും. ഇത് താഴോട്ടുള്ളത് നെഗറ്റീവ്, എക്സ് ആക്സിൽ ലെഫ്റ്റിലോട്ടുള്ള നെഗറ്റീവ്. അപ്പോൾ ഇതാണ് എൻ്റെ സൈൻ കൺവെൻഷൻ. അപ്പോൾ സിഗ്മ എഫ് എക്സിൻ്റെ സ്ഥലത്ത് ഓരോന്നായിട്ട് വരും. അപ്പോൾ ആർ എന്ന് പറയുന്ന ഫോഴ്സ് അത് എക്സും കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും നമ്മളിപ്പോൾ ആലോചിക്കേണ്ട. ആർ എക്സ് കമ്പോണൻറ്റ് കൂടെ പോവാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ മൈനസ് കൊടുക്കണം, മൈനസ് എന്താണ് ആർ എന്ന് എടുക്കും. പ്രശ്നമില്ലല്ലോ, ആറിൻ്റെ കാര്യം റിസോൾവ് ചെയ്തു. പിന്നെ ഡബ്ല്യു എന് കമ്പോണൻ്റ് ഒന്നുമില്ല, താഴേക്കാണ് വരുന്നത്. അതായത് എക്സ് കമ്പോണൻ്റ് ഒന്നുമില്ല. ഞാൻ എക്സ് ആക്സുമായിട്ട് ചേർന്നാണ് കമ്പോണൻ്റ് എടുക്കുന്നത്. എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫോഴ്സിലൊന്നും എക്സ് കമ്പോണൻ്റ് ഉണ്ടാവില്ല. നിങ്ങൾ പാർട്ടിന് പ്രശ്നം ഉണ്ടെങ്കിൽ നേരത്തെ എന്ത് ചെയ്താൽ മതി, നമ്മൾ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, അത് സമയം കളയുന്ന പരിപാടിയാണ്. അത് വീണ്ടും അപ്പോൾ ഡബ്ല്യു നമുക്കില്ല, അത് മാറ്റി വെച്ചു. പിന്നെ ഉള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ആണ്. ആർ എന്ന് പറയുന്നതിന് എക്സ് കമ്പോണൻറ്റിലേക്ക് റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ ആർ റിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ആരോ ഇരിക്കുന്നത് ഇങ്ങോട്ടേക്കാണ്, അതുകൊണ്ട് ആരോ ഇങ്ങോട്ടാണ്. ആർ എക്സിലേക്ക് കൊണ്ടുവച്ചാൽ ആരോ റൈറ്റ് സൈഡിലേക്ക് വരും. ആരോ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ എന്താണ് പോസിറ്റീവാണ്. അപ്പം ഞാൻ ആദ്യമേ പോസിറ്റീവ് ഞാൻ അവിടെ ഇട്ടു. നെക്സ്റ്റ് R1 ഇൻറ്റു മൾട്ടിപ്ലൈ ആണ്. R1 ഇൻറ്റു കോസ് കമ്പോണൻ്റ് ആണോ സൈൻ കമ്പോണൻ്റ് ആണോ നോക്കണം. കാര്യം എക്സിലേക്കാണ് റിസോൾവ് ചെയ്യേണ്ടത്. എക്സിലേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് വൈ ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. വൈ ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 53.13 ആയതുകൊണ്ട് എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലാത്തതുകൊണ്ട് അതിനെ സൈൻ കമ്പോണൻ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സൈൻ ഓഫ് എന്താണ് 53.13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് കിടക്കും 0. അപ്പോൾ ഈ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, മാറ്റി ഇലാബറേറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി. ഇത്ര മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ. ഇതൊക്കെ സൈൻ എന്തുകൊണ്ട് വന്നു, കോസ്. ഇപ്പം ഈ 53.13 ഇവിടെ കിടന്നിരുന്നെങ്കിൽ R1 ഇൻറ്റു കോസ് 53.13 എന്ന് എടുക്കണം. എക്സ് കമ്പോണൻറ്റിൽ 53.13 ഇപ്പുറത്താണ് നടക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ. അപ്പം ഒയിലേക്ക് റിസോൾവ് ചെയ്യുമ്പോഴാണ് കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, എക്സിലേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഓർമ്മിപ്പിക്കുന്നില്ല. ഈ ഒരു ഓർഡറിൽ പഠിച്ചു വന്നവർക്ക് അതൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ ഒരു മൈനസ് ആർ എന്ന് പറയുന്ന അപ്പുറത്തുണ്ടോ, അല്ലെങ്കിൽ ഇതങ്ങ് അപ്പുറത്തുണ്ടോ. അപ്പോൾ ഇതങ്ങ് അപ്പുറത്തുണ്ടോ പോകുമ്പോഴത്തേക്ക് മൈനസ് ആർ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കും. ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ ഒരു ആലോചിക്കേണ്ട എങ്ങനെയാണ്, ഇത് മാത്രം അപ്പുറത്ത് പോകുന്നു. അപ്പോൾ ഈക്വൽ ഇവിടെ കിടപ്പുണ്ട്, ഈക്വൽ അതേപോലെ ഉണ്ട്. സീറോയുടെ സ്ഥലത്ത് ഈ പ്ലസ് R1 സൈൻ 53.13 എന്ന് പറയുന്നത് മൈനസ് R1 എന്തായി മാറും, സൈൻ 53.13 എന്നാണ്. ആണല്ലോ, R1 അറിയാമെങ്കിൽ അവിടെ പരിപാടി നടത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എഴുതി വയ്ക്കുന്നത് മൈനസ് പ്ലസ് ആയി. ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതി വയ്ക്കാനേ പറ്റൂ, R1 ഇൻറ്റു സൈൻ 53.13. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള രീതിയിൽ ഇത് എഴുതി വെക്കാം. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്ത പോലെ ഇനി അടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം, സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0. അത് വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സം എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് 0 ആവുന്നത് 0 ആയിരിക്കും. അപ്പോൾ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എടുക്കുമ്പോൾ സിഗ്മ എഫ് വൈ ആണ്. അതുകൊണ്ട് ഈ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ഞാൻ ഇങ്ങനെ എഴുതാം, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഈക്വൽ അതേപോലെ അവിടെ കിടപ്പുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സിഗ്മ എഫ് വൈ ആണ് ഞാൻ ഇലാബറേറ്റ് ചെയ്യുന്നത്, 0 അവിടെ കിടപ്പുണ്ട്. ഈ സിഗ്മ എഫ് വൈ എങ്ങനെ മാറ്റാം, ഇവിടെ എങ്ങനെ മാറ്റാം. നമ്മൾ മറ്റേ ബോക്സ് ഒക്കെ എഴുതി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് അത്ര എക്സ്ട്രാ കെയർ എടുത്തത്. നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി. ഇപ്പോഴും ബോക്സ് വരച്ചുകൊണ്ടിരുന്ന അവിടെ വരച്ചുകൊണ്ടിരിക്കാനേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല, നമ്മുടേതായ രീതിയിൽ നോക്കുക. അപ്പം സിഗ്മ എഫ് ഐ ആകുമ്പോൾ ഇങ്ങനെ 3 ഫോഴ്സും നമ്മൾ നോക്കണം. ആർ എക്സിലോട് ചേർന്ന് കിടക്കുന്നതാണ് വൈ കമ്പോണൻ്റ്, അതുകൊണ്ട് 0 ആണ്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ എഴുതി കഴിഞ്ഞാൽ 0 എന്ന് എടുക്കാം. ആറിൻ്റെ വൈ കമ്പോണൻ്റ് 0 ആണ്. പിന്നെ അടുത്ത ഡബ്ല്യു എ താഴേക്കാണ്, അത് വൈ ആക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ എക്സ് കമ്പോണൻ്റ് ഇല്ല, വൈ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈനോ കോസോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, താഴേക്ക് തന്നെ കിടക്കും. ഡയറക്റ്റ് 200 എടുക്കാം. അപ്പോൾ 200 എന്ന് പറയുന്ന സാധനം എടുക്കുന്നു. പക്ഷേ 200 പ്ലസ് ആണോ മൈനസ് ആണോ നമ്മൾ അറിയണം. പ്ലസ് എന്ന് പറയുന്ന സാധനം താഴോട്ട് വരുമ്പോഴല്ല ഉപയോഗിക്കുന്നത്, താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആണ്, മുകളോട്ട് പോകുമ്പോഴാണ് പ്ലസ്. അപ്പോൾ താഴോട്ടാണ് 200 എടുക്കുന്നത്. അപ്പോൾ മൈനസ് 200 എന്നുള്ള വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. സിഗ്മ എഫ് വൈക്ക് പിന്നെ അടുത്ത വാല്യൂ തന്നെ R1 എന്ന് പറയുന്നത് എഫ് വൈയിലേക്ക് കൊണ്ടുവച്ച് റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും, ആരോ അപ്പോൾ മുകളിലേക്കാണ് ഇരിക്കുന്നത്. ആരോ മുകളിലേക്കാണ് ഇരിക്കുന്നത്, +1 ആണ് കൊടുക്കുന്നത്. R1 എന്ന് പറയുന്ന സാധനം എടുത്തു. R1 എന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല, സൈനോ കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം ഇംഗ്ലണ്ടായിട്ട് കിടക്കും. അത് 53.13 വൈ ആയിട്ട് മേക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് ആയതുകൊണ്ട് കോസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കോസ് ഓഫ് 53.13 ആണ് അവിടെ R1 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം വൈ കമ്പോണൻ്റ് ആയി ഈക്വൽ ടു 0. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ R1 കോസ് ഇത് അൺനോൺ ഇവിടെ ഇടാം, ബാക്കി അങ്ങ് അപ്പുറത്തുണ്ട്. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ, ഇതങ്ങ് അപ്പുറത്തും. അപ്പോൾ ഇത് ഇത്രയും ഇവിടെ നമ്മൾ ആദ്യം എഴുതണം. R1 ഇൻറ്റു
കോസ് എത്രയാണ് 53.13 നമ്മളിവിടെ എഴുതണം ഈക്വൽ ടു 0. മാറുമോ? ഇവിടെ പ്ലസ് മൈനസ് എന്ന് പറയുന്ന സാധനം അപ്പുറത്ത് കൊണ്ടുപോയി ആഡ് ചെയ്യണം. പ്ലസ് 200 ആയി. അപ്പോൾ 0 പ്ലസ് 200 ഇല്ലാവും. ഇനി നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് R1 ആണ്. ബാക്കി ഇത് മാത്രമേ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്തേക്കാണ് R1 മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അപ്പോൾ ഇത് മാത്രം അപ്പുറത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എത്ര ആവും? R1 മാത്രമാവും. ഈക്വൽ ടു ഇവിടെ എന്ത് കിടപ്പുണ്ട്? 200 കിടപ്പുണ്ട്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് ഈ സാധനം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ കോസ് 53.13 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് R1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 200 ഡിവൈഡഡ് ബൈ കോസ് 53.13. അപ്പോൾ അവിടെ നിന്ന് 3.33 എന്ന് പറയും. അത്രയും ന്യൂട്ടനാണ് R1. അതൊരു ആൻസറാണ്. ഈ ഒരു സാധനം നമുക്ക് കിട്ടേണ്ട ഒരു ആൻസറാണ്. ടെക്സ്റ്റിൽ എന്തൊരു കിട്ടിയെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ R1 ഇവിടെ 333.33 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്കിവിടെ R1ൻ്റെ വാല്യൂ നോണായി. R1 ഈസ് ഈക്വൽ ടു 333.33. അപ്പോൾ R1 അത്രയും ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ R1 എത്ര തന്നെയാണ്? ഈ ഒരു R1ൻ്റെ വാല്യൂ 333.33. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് കൂടെ നോണായി. ഇപ്പോൾ രണ്ട് ഫോഴ്സ് നോണായി. കണ്ടാ, ഇവിടെ രണ്ട് ഫോഴ്സ് അൺനോൺ ആയിരുന്നു. അപ്പം ഞാൻ അൺനോൺ ഫോഴ്സസ് നമുക്ക് സിംപ്ലി കണ്ടുപിടിക്കാമല്ലോ. രണ്ട് ഫോഴ്സാണ് അൺനോൺ ആയിട്ട് കിടക്കുന്നതെങ്കിൽ നമുക്ക് സിഗ്മ എഫക്സ് സിഗ്മ എഫ് ഈക്വൽ 0 എന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ R1ൻ്റെ കാര്യം തീരുമാനമായി. ഇപ്പോൾ കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി എ പറയുന്നതിന് പകരം ഇനി അടുത്ത നമുക്ക് കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ബി. അല്ലല്ല, R1 കിട്ടിയാൽ RR ഇവിടെ കിടക്കുക. RR നമുക്ക് കണ്ടുപിടിച്ചില്ല. അപ്പോൾ RRൻ്റെ വാല്യൂ ഫ്രം ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇംപ്ലൈസ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. RR ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു എന്തായിരുന്നു? R1 ഇൻറ്റു എന്താ കിടക്കുന്നത്? സൈൻ 53.13 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതെടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ R1ൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 3333.33 ഇൻറ്റു സൈൻ 53.13. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഇൻറ്റു സൈൻ 53.13 266.66 RRൻ്റെ വാല്യൂ. നമുക്കിത് ഒരു ആൻസറാണ്. അതായത് ആറിൽ കൂടി പോകുന്ന എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? റെസൊല്യൂഷൻ റിയാക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ്. ഇത് നമ്മുടെ ഒരു ആൻസറാണ്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ബി. കൺസിഡർ the equilibrium of body B എന്ന് പറയാം. അപ്പോൾ കൺസിഡർ ദ ഇക്വിലിബ്രിയം ഓഫ് ബോഡി ബി പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കും. എഫ് വൈ ഈക്വൽ ടു 0 എടുക്കുക. എന്തായാലും കണക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ എഫ് എക്സ് ഈക്വൽ ടു 0 ആദ്യം എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചെടുത്തത്. നിങ്ങൾക്ക് എങ്ങനെ വേണോ ചിന്തിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ഏത് വേണോ എടുക്കാം. ഇനി സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അപ്പോൾ എഫ് വൈ ആണെങ്കിൽ ഇതൊക്കെ മാറ്റി വെക്കണേ. ഇതിൽ 3 ഫോഴ്സാണ്, 4 ഫോഴ്സാണ്. 1 2 3 4. ഇത് തന്നെ സൈൻ കൺവേർഷൻ. y ആക്സിസ് കൂടെ പോയി കഴിഞ്ഞാൽ അതിനെന്തില്ല? റെസൊല്യൂഷൻ ഇല്ല, റിസോൾവ് ചെയ്യേണ്ട. എക്സ് ആക്സിസ് കൂടെ പോയാൽ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ എക്സിനും വൈക്കും ഇടയ്ക്കുള്ളതാണ് റിസോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് R1 എന്ന് പറയുന്നത് ആരോ ഇതാ ഇങ്ങോട്ട് കിടക്കുക. ടുവേർഡ്സ് ദാറ്റ് ബോഡിയാണ് നമ്മൾ ആരോ ഇടുന്നത്. ആലോചിച്ചോളാം. R1നെ ഒയിലേക്ക് റിസോൾവ് ചെയ്യണം. ഇതല്ലേ ഒയ്, ഇതാണ് ഒയ്. അപ്പോൾ R1 ഇതാണ്. ഒയിലേക്ക് റിസോൾവ് ചെയ്താൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഈ ആരോ എങ്ങോട്ട് വരും? താഴോട്ട് വരും. അതുകൊണ്ട് ഈ മുനമ്പ് നോക്കിയാൽ മതി. മുനമ്പെന്നൊക്കെ തന്നെ നിങ്ങൾ അവിടെ പറയുന്നത്. എന്തോ ആയിക്കൊണ്ട് പോട്ടല്ലേ. ഇത് ആയി, ഇതാണ് താഴോട്ട് വരും. നെഗറ്റീവ് വാല്യൂ ആണ്, നെഗറ്റീവ് ഇട്ടു. R1 ഇങ്ങോട്ടേക്ക് റിസോൾവ് ആയി. അപ്പോൾ R1 ഇൻറ്റു സൈനോ കോസോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. R1 എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 36.86. R1 പക്ഷേ ഒയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താണ്? അപ്പോൾ സൈൻ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഒയിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ല 36.86. എക്സിലേക്ക് മാറ്റുമ്പോഴാണ് കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒയിലേക്ക് മാറ്റുമ്പോൾ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ 36.86 ആണല്ലോ. R1 ഇങ്ങനെ റിസോൾവ് ആക്കി. ഇനി അടുത്ത് ഈ 200 ഓൾറെഡി ഒയിൽ കിടക്കുക. താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ -200. അതിന് റിസൊല്യൂഷൻ കോസും സൈനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് ഒയിൽ തന്നെ കിടക്കുകയാണ്. എക്സ് കമ്പോണൻറ്റ് 0, വൈ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ RP എക്സ് കിടക്കുകയാണ്, ഇംഗ്ലണ്ട് അല്ല, വൈ കമ്പോണൻറ്റ് ഇല്ല, വൈ കമ്പോണൻറ്റ് 0. അപ്പോൾ RP RQ മുകളിലോട്ട് പോകുന്നത് എന്താണ്? ഇപ്പോൾ പ്ലസ് ആണ്. വൈ ആക്സിസിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. RQ ഡയറക്റ്റ് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 0 നടക്കുന്നു. അപ്പോൾ അതിനെ എന്ത് ചെയ്തു? അതിനെ റിസോൾവ് ചെയ്ത് മാറ്റി വെച്ചു.
ഞാനിത് സിഗ്മ എഫ് ഐ ഈക്വൽ 0 ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിഗ്മ എഫ് എക്സ് ഈക്വൽ 0 എടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം, നമുക്കിത് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റൂടെ, ഇവിടെ കയറി കാണാൻ പറ്റുമായിരിക്കും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ അൺനോൺസ് ഒക്കെ ലെഫ്റ്റ് സൈഡ് ഇടാം, റൈറ്റ് സൈഡിൽ നോൺസ് കൊണ്ടുപോകാം. അപ്പോൾ ഈ രണ്ട് ടേം എന്ത് ചെയ്തു, ലെഫ്റ്റ് ഇട്ടു. ഈ -200 മാത്രം എന്ത് ചെയ്യുന്നു, ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ -R1 മാറ്റങ്ങളൊന്നുമില്ല, ഇത് മാത്രമേ ഇവിടെ മാറുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം അതേപോലെ. -R1 സൈൻ 36.86 ഈ +RQ ഈസ് ഈക്വൽ ടു ഈ 0 ഒരു സ്ഥലത്ത് -200 അങ്ങ് അപ്പുറത്ത് പോയാൽ +200 വരും. ഇക്വേഷൻ നമ്പർ 1. ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഒരു R1 പറഞ്ഞുകൂടെ RQ പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എന്താണെന്ന് എടുക്കുന്നു, 0 എന്ന് എടുക്കുന്നു. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റിൽ കൊടുക്കുന്നു. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ സിഗ്മ എഫ് എക്സിന് എന്തൊക്കെ സാധനം വരും, R1നെ റിസോൾവ് ചെയ്യുന്നു, എക്സിലേക്ക് റിസോൾവ് ചെയ്യുന്നു. R1നെ എക്സിലേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ആരും അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ് കമ്പോണന്റ് എക്സ് ആക്സ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇരുന്ന നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് എന്തെന്ന് വരും, R1 ഇൻറ്റു നമുക്ക് എന്ത് വരും, റിസോൾവ് ചെയ്യുമ്പം 36.86 എക്സ് ആക്സോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, അതുകൊണ്ട് കോസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കോസ് 36.86 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി 200ന് എന്തില്ല, എക്സ് കമ്പോണന്റ് ഇല്ല, കാര്യം ഒയി കൂടെയാണ് പോകുന്നത്, ചരിഞ്ഞല്ല. RP എക്സിൽ കൂടെ തന്നെയാണ് പോകുന്നത്, റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡിലേക്ക് ആകുമ്പോഴത്തേക്ക് അത് പ്ലസ് എന്നതാ, പ്ലസ് എന്താണ് RP റിയാക്ഷൻ ത്രൂ ദ പോയിന്റ് P വിച്ച് ഇസ് ഈക്വൽ ടു 0. RQന് എന്തില്ല, എക്സ് കമ്പോണന്റ് ഇല്ല, ഒയിൽ തന്നെ അടക്കല്ലേ, ഒയ് എക്സ് കമ്പോണന്റ് ഇല്ല, ഒയ് ആക്സിൽ കൂടെ തന്നെ പോവാണ്. അപ്പോൾ എക്സ് കമ്പോണന്റ് 0 ആണ്. അപ്പോൾ RP ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ മാറും, പ്ലസ് RP ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നത്, ഇവിടെ നമുക്ക് RQ കിട്ടുമായിരുന്നു കേട്ടോ, ഡയറക്റ്റ് ചെയ്ത്. R1 നമുക്ക് അറിയാമായിരുന്നല്ലോ, R1 എത്രയെന്ന് അറിയാം, 333.33 എന്ന് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് R1 കിട്ടുമായിരുന്നു. ഇവിടെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ട് അപ്പുറത്തുനിന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഇട്ട് കൊടുക്കാനും പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇവിടെ R1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ RQ ഡയറക്റ്റ് കിട്ടും. ഓട്ടെ, അതേപോലെ ഇവിടെ R1 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R1ൻ്റെ വാല്യൂ എത്ര, 333. അപ്പോൾ -R1ൻ്റെ വാല്യൂ 333.33 ഇൻറ്റു കോസ് എന്താണ്, എന്നിട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിക്കല്ലോ, നമുക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ പടത്തിൻ്റെ ആവശ്യം. കോസ് എന്താണ് 36.86 എന്ന് കിട്ടും, പ്ലസ് ഈ RP അത് അതേപോലെ ഉണ്ട്, RP ഈസ് ഈക്വൽ ടു 0. ഇത് കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം. കാൽക്കുലേറ്റർ അടിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 333.33 ഇൻറ്റു കോസ് 36.86 അപ്പോൾ ചെയ്തപ്പോൾ 266.69. ഞാനിവിടെ മൈനസ് ഇട്ടില്ലായിരുന്നു, അത് മറന്നു വരുന്നത്, മൈനസ് ഉണ്ട്. പ്ലസ് RP ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് RP കണ്ടുപിടിക്കുക, ഇതങ്ങ് അപ്പുറത്തുണ്ടേ, അപ്പുറത്ത് പോകുമ്പോൾ RP ഇവിടെ ഉണ്ട്, മൈനസ് ഒക്കെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എന്താണ് 266.69. അത്രയും ന്യൂട്ടൺ എന്നല്ലേ മറ്റേക്ക് പറഞ്ഞു, 200 ന്യൂട്ടൺ അല്ലേ പറഞ്ഞു. അപ്പോൾ 200 ന്യൂട്ടൺ പറഞ്ഞു, അതും നമ്മുടെ ഒരു ആൻസർ ആയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഉണ്ടാവും. ദിസ് ഈസ് ആൻ ആൻസർ. ഓക്കെ, RP. പിന്നെ അടുത്ത ഇത് ഞാൻ വീണ്ടും അവിടെ തന്നെ അങ്ങ് ഇത് തീർക്കാവുന്നതാണ് നല്ലത് അല്ലേ. ഇവിടെ R1ൻ്റെ അടുത്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ RQ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, RQ ഈസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി 200 ഉണ്ട്, ഈ മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും, പുറത്ത് പോകും. പ്ലസ് R1 ഇൻറ്റു സൈൻ 36. R1ൻ്റെ സ്ഥലത്ത് എന്താണ് 333.33 ഇൻറ്റു സൈൻ എന്ത് കൊടുത്താൽ മതി, 36.86. അറിയാലോ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ലോ. ഇതേപോലെ തന്നെ അപ്പുറത്ത് RP ചെയ്തിട്ട് ഇത് അപ്പുറത്ത് കൊണ്ടുപോകാം, R1ൻ്റെ സ്ഥലത്ത് ഈ വാല്യൂ കൊടുക്കും, ഇത്രയേ ഉള്ളൂ. അപ്പം അതിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 200 പ്ലസ് 333.33 ഇൻറ്റു സൈൻ 36.86. ഓക്കെ, 399.95. 400 ചിലപ്പോൾ നിങ്ങളുടെ ആൻസറിൽ കാണും, ടെക്സ്റ്റിൽ ആൻസറിൽ കാണും. അങ്ങനെയാണെങ്കിൽ 400 എന്തോ ആയിക്കൊണ്ട് പോട്ട് 399.95 എന്ന് പറയുന്ന വാല്യൂയിലേക്ക്. അപ്പോൾ എല്ലാ ആൻസേഴ്സും ആയി. സോ ദിസ് ഈസ് സിമ്പിൾ. ഇത് സിമ്പിളാണ്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് the systematic way, അല്ലെങ്കിൽ if you find a particular systematic way to solve or approach these kind of questions, it becomes simple. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ്, നമ്മൾ തിങ്ക് ചെയ്തെടുത്ത പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മുടെ തിങ്കിങ് എങ്ങനെ പോയി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പാനിക് ആവോ, അല്ലെങ്കിൽ അത് അയ്യോ അതെങ്ങനെ, ഇതെങ്ങനെ, അയ്യോ അതെന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, അത് എന്താണ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആലോചിക്കരുത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു അൺനോൺ ഫോഴ്സ് അവിടെ കണ്ടുപിടിക്കാൻ ഉണ്ടാവും. ആ അൺനോൺ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട്സ് ഒന്ന് ഐസൊലേറ്റ് ചെയ്ത്
ഫസ്റ്റ് വി ഹാവ് ടു റെപ്രസെൻറ്റ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി. അത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, സിമ്പിളി പറഞ്ഞു. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് വെയിറ്റ്, റിയാക്ഷൻ, പിന്നെ ടെൻഷൻ, അപ്ലൈഡ് ഫോഴ്സ് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഫ്രീ ബോഡി ഡയഗ്രാം കംപ്ലീറ്റ് ആക്കാനാവും. ഫ്രീ ബോഡി ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത്, ഫോർ റിസോൾവിങ് ദ ഫോഴ്സസ് യു നീഡ് ആംഗിൾസ്. ആംഗിൾസ് വേണം. ഈ ആംഗിൾസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന ഫിഗറിൽ എന്തെങ്കിലുമൊക്കെ ജിയോമെട്രിക് മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. ബൈ യൂസിങ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, യു ക്യാൻ സിംപ്ലി സോൾവ് ദ ആംഗിൾ സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ യു ക്യാൻ സിംപ്ലി ഫൈൻഡ് ദ ആംഗിൾ തീറ്റ. നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആംഗിൾ കിട്ടുന്ന രീതിയിലുള്ള ജിയോമെട്രിക് വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യനിലുണ്ടാവും. ഇഫ് യു നോ ദ ആംഗിൾസ്, then it is very simple to substitute and get you find the unknown forces. First step is you have to take the body which is having minimum number of unknown forces. അപ്പോൾ ഇപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ 3-4 ബോഡി കണക്റ്റഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ബോഡി ആദ്യം എടുത്ത് സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു ടേക്ക് ദ ബോഡി വിച്ച് ഈസ് ഹാവിങ് മിനിമം നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ്. ഇവിടെ അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് 3 ഫോഴ്സ് 2 അറിഞ്ഞൂടാ, 4 ഫോഴ്സിൽ 3 അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ എടുക്കേണ്ടത് ദ മിനിമം നമ്പർ ഓഫ് ഫോഴ്സ് ഉള്ള ബോഡിയാണ്. ആ ബോഡി എടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, സിഗ്മ എഫ് എക്സ് ഈക്വൽ 0, സിഗ്മ എഫ് വൈ ഈക്വൽ 0 അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അൺനോൺ ഫോഴ്സ് ഓട്ടോമാറ്റിക്കലി കിട്ടി. ആ അൺനോൺ ഫോഴ്സിൽ 2 കണക്ഷനും കൂടെ ഉള്ള 1 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ 1 എന്ന് പറയുന്ന പോയിന്റ് വെച്ചുകൊണ്ട് ഈ 2 ബോഡിയും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ 1 എന്ന് പറയുന്ന പോയിന്റിൽ എനിക്കൊരു റിയാക്ഷൻ ഫസ്റ്റ് ബോഡിയിൽ നിന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് ബോഡി നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം എടുക്കുമ്പോഴും എന്ത് ചെയ്തു, ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ നിന്ന് കിട്ടിയ അതേ റിയാക്ഷൻ ഫോഴ്സ് ഇവിടെ കൊടുക്കാം, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കാം. സോ അവിടെയും എന്തായി, 2 ഫോഴ്സുകളും 2 ഫോഴ്സ് അൺനോണുമായി. ഇപ്പോൾ 2 ഫോഴ്സ് അൺനോൺ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്മ എഫ് എക്സ് ഈക്വൽ 0, സിഗ്മ എഫ് വൈ ഈക്വൽ 0 നിന്ന് 2 ഇക്വേഷൻസ് കൂടെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം ഉപയോഗിച്ചോ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തിങ്കിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ വീഡിയോസ്, ഇങ്ങനെ തന്നെ പ്രോബ്ലം തരണം നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ ഒരു തിങ്കിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ്ങിൻ്റെ ആ ഒരു വേ ഓഫ് തിങ്കിങ് ഇങ്ങനെ മാറണം. നമുക്ക് ഏതെങ്കിലും ഒരു അൺനോൺ ഫോഴ്സ് തന്നാൽ, ഒരു ബോഡി റെസ്റ്റിലാണ്, അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് അൺനോൺ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച്, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ അറിയാമെങ്കിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചാണ് ഇതിൻ്റെ അവസാനം എന്താണ് ഇതൊരു ഇതിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഇപ്പോൾ വേറൊരു സ്ട്രിങ് കൂടെ അറ്റാച്ച് ചെയ്ത് തന്നാൽ അയ്യോ ഇതെങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് പേടിക്കും. അല്ലെങ്കിൽ സ്ട്രിങ് കൂടെ അറ്റാച്ച് ചെയ്ത് തന്നാൽ ഇവിടെ ഫ്രീ ബോഡി ഡയഗ്രാം വരുമ്പോൾ ഒരു ടെൻഷനും കൂടെ വരും. ആ ടെൻഷൻ എന്ന് പറയുന്ന ബോഡി ടെൻഷൻ കൂടെ വരും. ചിലപ്പോൾ ഇവിടെ റിയാക്ഷൻ വേറെ തന്നിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അത് ഇരിക്കുമായിരിക്കും. അപ്പോൾ അപ്പോഴത്തെ കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഓരോ ക്വസ്റ്റ്യൻ മാറുമ്പോൾ അയ്യോ ഇതെങ്ങനെ ചെയ്യും, മറ്റേ പഠിച്ചില്ലല്ലോ ഇത് പഠിച്ചില്ലോ എന്നുള്ള പേടി നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്തതിന് ശേഷം, നമ്മളൊരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് ഞാൻ ഇത് സോൾവ് ചെയ്തത്, എന്തൊക്കെ രീതിയിലാണ് ഇതിനെ ഞാൻ കൺസെപ്റ്റാണ് ഇതിനെ അപ്ലൈ ചെയ്തത്, ഏത് രീതിയിലാണ് ഞാൻ തിങ്ക് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ചെയ്യും തോറും നമുക്ക് ഉപയോഗം ഉണ്ടാവും, നമുക്ക് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആവുന്നുള്ളൂ. ഈ പഠിച്ച് ഒരു 3 കൂടെ എഴുതി പഠിക്കുക, സ്വന്തമായിട്ടാണ് ഇത് 3 തവണ എഴുതി പഠിച്ചിട്ടേ ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കയറാവും. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കാണും, അടുത്ത പ്രോബ്ലം എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കും. അയ്യോ അതൊക്കെ അവിടെ നിർത്തിയിട്ട് ഈ 3 സാധനം ഇതൊരു 3 തവണ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഫസ്റ്റ് തവണ എഴുതുമ്പോൾ തന്നെ ചില മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡൗട്ട് മാറും. രണ്ടാമത്തെ തവണ ഒന്നുകൂടെ എഴുതി നോക്കുക. ദയവ് ചെയ്ത് വായിച്ച് പഠിക്കാൻ നിൽക്കരുത്, റിക്വസ്റ്റാണ്, വായിച്ച് പഠിക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ കിട്ടും, പക്ഷെ അങ്ങോട്ട് പോകുന്തോറും നിങ്ങളുടെ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നമാവും. ആദ്യമായിട്ട് പഠിക്കുന്നിടത്തോളം സംബന്ധിച്ചിടത്തോളം കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസിലേക്ക് കടക്കുന്തോറും നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, വായിച്ച് പഠിക്കാൻ നിൽക്കരുത്, ചെയ്ത് തന്നെ നോക്കണം.